ഹായ് എവ്രിവൺ, ഞാൻ സ്വാതി, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നീറ്റ് എക്സാമിൻ്റെ ദിവസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. അതിൽ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈമും കൊടുത്തിട്ടുണ്ടാവും. ഓരോ കുട്ടിക്കും ഓരോ റിപ്പോർട്ടിംഗ് ടൈമായിരിക്കും. അപ്പോൾ എപ്പോഴും ആ ഒരു റിപ്പോർട്ടിംഗ് ടൈം കിട്ടിയത് ഇപ്പോൾ 11:30 ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11:30ക്ക് എത്താന്നുള്ള രീതിക്കായിരിക്കരുത് നിങ്ങളൊരിക്കലും ഇറങ്ങേണ്ടത്. അതിൻ്റെ ഒരു 1 hour അല്ലെങ്കിൽ മിനിമം ഒരു ഹാഫ് ആൻ അവർ മുന്നെങ്കിലും ആ സെൻറ്ററിൽ എത്തുക എന്നുള്ള രീതിക്ക് ഇറങ്ങണം. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ബ്ലോക്കോ വേറെ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് മഴയോ അങ്ങനെ എന്തെങ്കിലും വന്ന് ലേറ്റ് ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നേരത്തെ എത്താൻ വേണ്ടി നോക്കുക. പിന്നെ നീറ്റ് എക്സാം തുടങ്ങുക 2 മണിക്കാണെങ്കിൽ കൂടെ 1 o'clock മുന്നേ നിങ്ങൾ കയറണമെന്നുണ്ട്. അപ്പോൾ പറ്റുന്നതും നേരത്തെ ഒരു 12:45 കയറാൻ നോക്കുക. കാരണം ലാസ്റ്റ് ടൈം ഔട്ടാകുമ്പം റഷ് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ഭയങ്കര ചൂടാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. സോ അപ്പോൾ നിങ്ങൾ നല്ലോണം ഹൈഡ്രേറ്റഡ് ആവണം. സോ നിങ്ങൾക്കൊരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിലുള്ളിലേക്ക് എടുക്കാൻ പറ്റും, വാട്ടർ ബോട്ടിൽ. നല്ലോണം വെള്ളം കുടിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. നീറ്റ് എക്സാമിൻ്റെ ദിവസത്തിൽ ഒരിക്കലും നിങ്ങൾ ഭയങ്കര റഷ് ആവരുത്. അതായത് ഇപ്പോൾ രാവിലെ തന്നെ എണീച്ചാൽ അയ്യോ ഞാൻ ഇനിയിപ്പോൾ അതൊക്കെ എനിക്ക് പഠിക്കാൻ ബാക്കിയുണ്ട്, മറ്റേതിൻ്റെ വർഷം തന്നെ ഞാൻ അത് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലെടുത്ത് കളയണം. മാക്സിമം റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചു. അതൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് കാമായിട്ട് ആ ഒരു രീതിയിലുള്ള സ്റ്റഡിങ് ആയിരിക്കണം. അത് ജസ്റ്റ് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കുക. അല്ലെങ്കിൽ ഞാൻ ഓണസ്റ്റ്ലി സെയിങ്, ഞാൻ നീറ്റ് എക്സാമിൻ്റെ അന്നൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ ബുക്സ് ഒന്നും അങ്ങനെ തൊട്ടിട്ടില്ല. അതായത് എനിക്ക് ബുക്സ് തൊട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മറന്നുപോയാൽ ഇനിയിപ്പോൾ അതാലോചിച്ച് സ്ട്രെസ് ആക്കേണ്ടെന്ന് വിചാരിച്ചു. കാരണം അതുവരെ നമ്മൾ അത്രയും കഴിഞ്ഞൊരു വർഷമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞൊരു 2 വർഷമൊക്കെ ആയിട്ട് അത്രയും പഠിച്ചു വെച്ചതാണ്. അതൊക്കെ ഒരു റീകോൾ ചെയ്യുന്ന ദിവസമാണ്. ഇനി നിങ്ങൾക്ക് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഇക്വേഷൻ ബുക്കോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ച എന്തെങ്കിലും ഷോർട്ട് നോട്ട്സോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് വായിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം വായിക്കുക. പുതുതായിട്ട് ഒരു സാധനം പോലും നിങ്ങൾ പഠിക്കാൻ പോകരുത് നീറ്റ് എക്സാമിൻ്റെ ദിവസത്തിൽ. ഞാൻ പറയുകയാണെങ്കിൽ അന്ന് പ്രത്യേകിച്ച് ബുക്കൊന്നും എടുക്കേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളത്. മാക്സിമം മനസ്സ് കാമാക്കുക, റിലാക്സ് ആക്കുക. അതായിരിക്കണം നിങ്ങളുടെ പ്രൈമറി എയിം എന്ന് പറയുന്നത്. ഇനി റിപ്പോർട്ടിംഗ് ടൈമിൻ്റെ കുറച്ച് മുന്നേ അവിടെ എത്തി നമ്മൾ അവിടുത്തെ പ്രൊസീജിയേഴ്സിലേക്ക് നമ്മുടെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ ഡ്രസ്സൊക്കെ അവർക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ഒരു എക്സാമിനേഷൻ സെൻറ്ററിൽ എന്ത് വേണമെങ്കിലും നടക്കാം. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പം അവിടുത്തെ ഇങ്ങനെ ഇൻവിജിലേറ്റേഴ്സ് ഇപ്പം നമ്മൾ പലപ്പോഴായിട്ട് നീറ്റ് എക്സാമിൻ്റെ എക്സാം സെൻറ്റേഴ്സിൽ നിന്ന് കുട്ടികൾക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പം സ്ലീവൊക്കെ മുറിച്ച് കളഞ്ഞിരുന്നു, ഡ്രസ്സിൻ്റെ സ്ലീവ് കൂടി പോയിട്ട് മുറിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില നമ്മുടെ ഡ്രസ്സിലൊക്കെ ഉള്ള ചില മെറ്റലിൻ്റെ ഒക്കെ ഇഷ്യൂസ് കാരണം ചില കുട്ടികളുമായിട്ട് ഇൻവിജിലേറ്റേഴ്സ് പ്രശ്നമാക്കിയതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആ ഒരു മൈൻഡ് സെറ്റിൽ തയ്യാറായിട്ട് പോവുക. ചിലപ്പോൾ നമ്മളൊരു അങ്ങനത്തെ ഒരു മാൽ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ അവിടെ ഇപ്പം എന്തെങ്കിലും മെറ്റൽ ഡിറ്റക്ഷൻ സാധനത്തിൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തിയാലൊക്കെ ഇപ്പം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്നുവെച്ചാൽ ഞാൻ നിങ്ങളെ ഒരു നെഗറ്റീവായിട്ട് പറയല്ല, അതിനനുസരിച്ച് നിങ്ങൾ മൈൻഡിനെ പ്രിപ്പയർ ആക്കുക. അപ്പോൾ എന്തായാലും ഞാൻ കാമായിരിക്കും, കൂളായിരിക്കും. എൻ്റെ എക്സാമിന് അതൊരു രീതിക്ക് അല്ലെങ്കിൽ എക്സാം എഴുതുന്ന സമയത്തുള്ള എൻ്റെ ഒരു മെൻ്റൽ സ്റ്റാറ്റസ്, മൈൻഡിനെ അതൊന്നും ബാധിക്കില്ല എന്നുള്ള രീതിക്ക് മനസ്സിലുറപ്പിച്ച് വെക്കാം. അങ്ങനെ ഒരു 2 മണി തൊട്ട് 5 മണി വരെയാണ് നീറ്റ് എക്സാമിൻ്റെ ടൈം. 1ൻ്റെ മുന്നേ നിങ്ങൾ എക്സാം ഹാളിൽ കയറി ഇരിക്കണം എന്നാണ്. അപ്പം അത് ലാസ്റ്റ് ടൈമിലേക്ക് ഇപ്പോൾ 1 ആണെങ്കിൽ 1 o'clock ആവാൻ കാത്തു നിൽക്കേണ്ട, ഒരു 1/4 മണിക്കൂർ മുന്നേ ഒരു 12:45 ആകുമ്പോഴേക്ക് കയറാൻ വേണ്ടി നോക്കുക. പിന്നെ എക്സാം ഹാളിൽ കയറിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സീറ്റൊക്കെ കംഫർട്ടബിൾ ആണോ എന്ന് നോക്കുക. ഇപ്പോൾ അപ്പുറത്തിരിക്കുന്ന എല്ലാം നിങ്ങളുടെ ചുറ്റുപാടൊക്കെ കംഫർട്ടബിൾ ആണോ, എഴുതാനൊക്കെ പറ്റുന്ന രീതിക്കാണോ, പിന്നെ ക്ലോക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇൻവിജിലേറ്റേഴ്സിനെ അതൊക്കെ അറിയിക്കുക. പിന്നെ എല്ലാം ഓക്കെ ആണെങ്കിൽ മാക്സിമം മൈൻഡ് റിലാക്സ് ആക്കാൻ നോക്കുക. അപ്പോൾ അയ്യോ എക്സാം എന്താവുന്നൊന്നും ആലോചിച്ച് സ്ട്രെസ് ഒന്നും ആവേണ്ട ടൈമല്ല. നിങ്ങളുടെ നിങ്ങൾ എടുക്കേണ്ട എല്ലാ എഫേർട്സും നിങ്ങൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഞാൻ പാതി ദൈവം പാതി എന്നല്ല. അപ്പം നിങ്ങളുടെ പാതി നിങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള എല്ലാ എഫേർട്സ് എല്ലാ ഹാർഡ് വർക്കൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള ലാസ്റ്റ് 3 മണിക്കൂർ അത് നമുക്ക് മാക്സിമം നമ്മുടെ രീതിക്ക് ചെയ്യാൻ നോക്കാം. ബാക്കി നമുക്ക് വേറൊരു എറ്റേണൽ പവറിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കാം. അപ്പോൾ ഞാൻ എക്സാം ഹാളിൽ എത്തിയിട്ട് ചെയ്തിരുന്നൊരു കാര്യം, നന്നായിട്ട് ബ്രീത്ത് ചെയ്തു. നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തു, നന്നായിട്ട് പുറത്തേക്ക് വിട്ടു. മാക്സിമം മൈൻഡ് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു കേട്ടോ.
ആൻഡ് ഐ സ്റ്റിൽ ബിലീവ് അതെന്നെ നന്നായിട്ട് നീറ്റ് എക്സാം എഴുതാൻ അല്ലെങ്കിൽ ഞാൻ പഠിച്ച സാധനങ്ങൾ റീകോൾ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സാം അങ്ങ് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ഇങ്ങനെ പുറത്ത് അനൗൺസ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഒന്ന് മൈൻഡ് അങ്ങ് കാമായിട്ട് നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് സ്റ്റാർട്ടായി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ അല്ലെങ്കിൽ അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് സ്ട്രെസ് ആവാൻ ചാൻസസ് ഉണ്ട്. എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറയാണ്. പക്ഷേ അപ്പോഴൊക്കെ ലൈക്ക് ഇല്ല കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് നിങ്ങൾ തന്നെ ആ ഒരു നോർമൽ സ്റ്റേറ്റിലോട്ട് ലൈക്ക് പെട്ടെന്ന് സ്ട്രെസ് ആവുന്നതിൽ നോർമൽ സ്റ്റേറ്റിലേക്ക് മൈൻഡിനെ കൊണ്ടുവരണം. കാരണം പെട്ടെന്ന് സ്ട്രെസ്സായിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ഇതിന് മുന്നിട്ടൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ലൈക്ക് എക്സാം എഴുതേണ്ട രീതി. അപ്പോൾ ഈ 2 to 5 ചെയ്യേണ്ട എക്സാം എഴുതേണ്ട രീതിയൊക്കെ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളെ കൊണ്ട് പറ്റും, ലൈക്ക് നിങ്ങൾ അത്രയും എഫേർട്സ് ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ചാനലുണ്ട്, അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ തൊട്ട് മുന്നേ ഇട്ടൊരു വീഡിയോയിൽ ഇങ്ങനെ എൻ്റെ 2 സുഹൃത്തുക്കൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ലൈക്ക് എൻ്റെ ക്ലാസ്സിൽ ഒരുപാട് പേരുണ്ട്, അതായത് ഇതുവരെയുള്ള എക്സാം എഴുതിയതിൽ വെച്ചിട്ട് ലൈക്ക് അതുവരെ അവരെഴുതിയ മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അപേക്ഷിച്ച് ഏറ്റവും ഹയസ്റ്റ് സ്കോർ അവർ നേടിയിട്ടുള്ളത് ഫൈനൽ നീറ്റിനാണ്. അപ്പം അങ്ങനെ നേടിയിട്ടുള്ള കുറേ കുട്ടികൾ എൻ്റെ റൂംമേറ്റ് പോലും ഉണ്ട്, ലൈക്ക് കുറേ കുട്ടികൾ എൻ്റെ ക്ലാസ്സിലുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ മാർക്സ് ഒന്നും നിങ്ങൾ നോക്കണ്ട, അതിപ്പോൾ കുറഞ്ഞാലും കൂടിയാലും ഒക്കെ ലൈക്ക് അതിനെ വെച്ചിട്ട് നിങ്ങൾ ഫൈനൽ നീറ്റ് എക്സാമിനെ പറ്റി പ്രെഡിക്റ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വരിക, എല്ലാം ഭയങ്കര സിമ്പിളായിരിക്കും. ലൈക്ക് ബേസിക്കലി ഞാൻ വളരെ ഓണസ്റ്റായിട്ട് പറയുകയാണ്, ഈ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര സിമ്പിളായിരിക്കും. ഇപ്പോൾ നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഈ മോക്ക് ടെസ്റ്റിൻ്റെയൊക്കെ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിരിക്കും. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ലൈക്ക് അപ്പം പെട്ടെന്ന് ലൈക്ക് ആ ഒരു ഫൈനൽ നീറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറച്ച് കൂടും. ആ ഒരു പ്രശ്നം കൊണ്ട് പലപ്പോഴും നമ്മൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിന്നൊക്കെ എത്രയോ തവണ കറക്റ്റാക്കിയ ആൻസർ പോലും ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം. അതൊക്കെയാണ് ലൈക്ക് ഈ സില്ലി മിസ്റ്റേക്സ് ആണ് നമുക്ക് അറിയാത്ത കാര്യങ്ങളിനേക്കാളും കൂടുതൽ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഫൈനൽ നീറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ മോക്ക് ടെസ്റ്റ് ഒക്കെ അവർ കുറച്ച് ലെവൽ ഹൈ ആക്കിയിട്ടായിരിക്കില്ല, ഇതെന്തായാലും ഒരു മീഡിയം ലെവലൊക്കെ ആയിരിക്കും നമ്മുടെ നീറ്റ് പറയുന്നത്. അപ്പോൾ സില്ലി മിസ്റ്റേക്സ് മാക്സിമം ഒഴിവാക്കുക. സില്ലി മിസ്റ്റേക്സ് വരാനുള്ള മെയിൻ റീസൺ ഈ ഫൈനൽ നീറ്റിന് പെട്ടെന്ന് വരുന്ന സ്ട്രെസ്സാണ്. അതൊക്കെ നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യണം. അറ്റ്ലാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ലൈക്ക് ഈ ലാസ്റ്റ് 3 hours നിങ്ങളുടെ ഇത്രയും കാലത്തൊരു നീറ്റ് പ്രിപ്പറേഷൻ ജേർണീൻ്റെ ലാസ്റ്റ് 3 hours ആണ്. അന്ന് 5 മണിയാകുമ്പം എല്ലാം കഴിഞ്ഞു, ലൈക്ക് ഇത്രയും കാലം പഠിച്ചതും ഇതൊക്കെ നിങ്ങൾ പോയിട്ട് എഴുതാൻ പോകുന്ന ലാസ്റ്റ് 3 hours ആണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ടൂ മച്ച് സ്ട്രെസ്സ് കാര്യങ്ങളൊന്നും ആക്കിയിട്ട് ഇത് ഭയങ്കര ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഭയങ്കര ഓവർ ലൈക്ക് ഇങ്ങനെയാണ് അത് ഞാൻ ഇതാക്കും അങ്ങനെയാക്കിയാൽ നമുക്ക് പലപ്പോഴും സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതിയതുപോലെ ലൈക്ക് അത്രയും കൂളായിട്ട് കാമായിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് സ്കോർ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.